ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 2026 മൂന്നാമത്തെ ദിവസത്തെ ട്രേഡിങ്ങിലും പല ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ ഒക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ഇന്ത്യയിലത്തെ നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ ഇന്നലെ മുന്നേറിയിട്ടുള്ള അമേരിക്കയിൽ. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകൾ, മാഗ്നിഫിസൻസ് 7 കമ്പനികൾ നോക്കുകയാണെങ്കിൽ ആമസോൺ, അതുപോലെ തന്നെ ടെസ്ല, ഈ സ്റ്റോക്കുകൾ മാത്രമാണ് മുന്നേറിയിട്ടുള്ളത്. ഒപ്പം മെറ്റിൻ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് അമേരിക്കയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ അമേരിക്കൻ മാർക്കറ്റിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. മാനുഫാക്ചറിങ് ഡാറ്റ വന്നിരുന്നു, ബിലോ എക്സ്പെക്ടേഷൻസ് ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു US ഫെഡ് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരുപക്ഷെ ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടേക്കാം. ഇന്നലെ ജർമ്മൻ ഡാക്സ് ഇൻഡെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UK FTSE 100 ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മേജർ ഇൻഡെക്സുകളും ഇന്നലെ ബെറ്റർ ആണ്. ചൈനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ റെക്കോർഡ് ഹൈനടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ പല ഇൻഡെക്സുകളും 4 ഇയർ 5 ഇയർ ഹൈനടുത്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ ഇൻഡെക്സ് കോസ്പി ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലാണ്. ഹോങ്കോങ് ഇൻഡെക്സും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഹോങ്കോങ് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. ഇനി കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം, സിങ്ക്, ഈ കമോഡിറ്റികളെല്ലാം തന്നെ വീണ്ടും മുന്നേറാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,463 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. സിൽവർ ഇന്ന് $78 പെർ ഔൺസിനാണ് സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കോപ്പർ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. റെക്കോർഡ് ഹൈ ഹിറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. വലിയ ഷോർട്ടേജ് ആയിരിക്കും കോപ്പറിന് ഉണ്ടാകാൻ പോകുന്നുള്ള റിപ്പോർട്ടുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അലുമിനിയത്തിനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസാണ്. അലുമിനിയം ഷോർട്ടേജ് ആയിരിക്കും വരാൻ പോകുന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമോഡിറ്റികളിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. സിങ്കും പുതിയ റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ വീക്കായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് $61.51 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ രൂപ ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 90.27 പെർ ഡോളറിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ ബെറ്റർ ഓപ്പണിംഗ് ആയിരുന്നു. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 36.25 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1764.07 ക്രോർ വർത്ത് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബിസിനസ് അപ്ഡേറ്റ് വരുന്ന ബാങ്കുകളുടെയും കമ്പനികളുടെയും സ്റ്റോക്കുകളിലൊക്കെ ഒരു ആക്ടിവിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. ബാങ്കിങ് രംഗത്തുള്ള ഇൻഡസ്ഇൻഡ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ ട്രെൻഡ് ലിമിറ്റഡ്, ഇവരൊക്കെ ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ്. അതേസമയം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ താഴെയാണ്. ലോൺ ഗ്രോത്ത് ബെറ്റർ ആണ്. അപ്പോൾ ഓവറോൾ ബാങ്കിൻ്റെ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സെക്ടർ രംഗത്തുള്ള മറ്റ് സ്റ്റോക്കുകൾ, L&T ഫൈനാൻസ് നല്ല രീതിയിലുള്ള ലോൺ ഡിസ്ബേഴ്സ്മെൻ്റ് ആണ്, ഗ്രോത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് Q3. അത് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെയിൽസ് 37% ഡിസംബർ മാസത്തിൽ ഇൻക്രീസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്റ്റീൽ കമ്പനി സ്റ്റോക്കുകൾ ഇന്ത്യയിൽ മുന്നേറാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. സെയിൽ ഇന്ന് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. M&M അവരുടെ XUV 700 പുതിയ നെയിമോട് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. XUV 7XO എന്ന് പറഞ്ഞിട്ടുള്ള റിവൈസ്ഡ് വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. DCX സിസ്റ്റംസ് 11 കോടി രൂപ
ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NBCC 2 ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ട് 134 കോടി രൂപയാണ്. ഡാബറും പറഞ്ഞിരിക്കുന്നത് Q3 നെറ്റ് പ്രോഫിറ്റ് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഡാബറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ ബയോകോൺ ബയോളജിക്സ് ലിമിറ്റഡിൽ ഉണ്ടായിരുന്ന മറ്റ് ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ ബൈ ഔട്ട് ചെയ്തിരിക്കുകയാണ്. മുമ്പത്തെ ന്യൂസ് തന്നെയാണ്. ലോങ് റണ്ണിൽ ബയോകോണെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. അതേസമയം പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടേക്കാം. അതോടൊപ്പം കമോഡിറ്റികളും ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെറ്റർ സെൻറ്റിമെൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കോപ്പർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഹിൻഡാൽകോ, അതുപോലെ തന്നെ വേദാന്ത, ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ അലുമിനിയം റിലേറ്റഡ് കമ്പനികളുണ്ട്. വേദാന്ത, ഹിൻഡാൽകോ, നാൽക്കോ ഈ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഒപ്പം NMDC, സെയിൽ, ജിൻഡാൽ സ്റ്റീൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. നല്ല ബിസിനസ് അപ്ഡേറ്റ് തന്നിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ മറ്റ് കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ ഒരു ലൈം ലൈറ്റ് ആയിരിക്കാനാണ് സാധ്യതകൾ കൂടുതൽ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.